അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിലക്കടല വറുത്തെടുക്കുന്ന ആട്ടോ കാണിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നിലക്കടല കരിയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള കിട്ടാറ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും വറുത്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് മണലോ അല്ലെങ്കിൽ ഉപ്പോ ഉപയോഗിച്ചാൽ മതി. ഞാൻ അപ്പോൾ ഉപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ ഇത് വറുത്തെടുത്തിട്ടുള്ളത്. ഉപ്പ് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ വറുത്തെടുക്കുന്നത് കാണാം. അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് അടി കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ കല്ലുപ്പായാലും മതി, അതും ഇല്ലെങ്കിൽ മണൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ഉപ്പ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആദ്യം ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കണം. നമ്മൾ നിലക്കടല കടല എന്നൊക്കെ പറയട്ടോ. ചില സ്ഥലങ്ങളിൽ കൂടി ഇതിന് കപ്പലണ്ടി കടല എന്ന് പറയും. ഇപ്പോൾ ഉപ്പ് ചൂടായിട്ടുണ്ട്. ഈ കടലട്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമുള്ള സ്റ്റൗ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ മീഡിയത്തിൽ കത്തുന്നതാണെങ്കിൽ മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കടല വറുക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലിൽ ഉപ്പൊക്കെ നല്ല ചൂടുണ്ട്. നമ്മളിത് ഉപ്പിലാണ് വറുത്തെടുക്കുന്നതെങ്കിലും ഈ കടലമൊന്നും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ 2 ടീസ്പൂൺ വെള്ളം ഒന്നും തെളിച്ച് കൊടുത്താൽ മതി. ഒന്നും ചൂടാതിന് ശേഷം കേട്ടോ തെളിച്ച് കൊടുക്കാൻ. ഇത് തെളിച്ച് കൊടുത്തിട്ട് ഇനി ഇളക്കി കൊടുക്കും. നല്ല ചൂടുള്ള കടലമുക്കിൽ വെള്ളം തെളിക്കുമ്പോൾ തന്നെ ഇതിലെ ഉപ്പൊക്കെ ഈ കടലമ്മൻ പറ്റി പിടിച്ച് നിൽക്കുക. പിന്നെ 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ വിട്ട് പോരുകയും ചെയ്യും. പിന്നെ കടലമൊക്കെ പാകത്തിന് ഉപ്പ് പിടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അരമണിക്കൂറൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടത് അത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിയും ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ വേവും ചെയ്യില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിക്കിട്ടും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടല ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതുമ്പോൾ തൊലി ഇങ്ങനെ വിട്ട് പോരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി. ഇനി ഉപ്പും ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ ഒന്നുകൂടി ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴും ഓഫാക്കി വെച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ഒരു പാകത്തിനായി കിട്ടും. സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഉപ്പൊന്ന് ഇതുപോലെ തയ്ച്ച് മാറ്റി വെക്കണം. അപ്പോൾ സ്റ്റൗ ഓഫാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ കടലമണ്ണൊക്കെ തൊലി പെട്ടെന്ന് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലെ വിട്ടു പോരണ്ട. ചെറുതായിട്ട് തൊലി വിട്ടു പോരാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കി വെക്കണം. ഇനി കുറച്ചധികം ആയി എന്ന് കണ്ടാൽ ഉപ്പിൽ നിന്നും ഈ ചട്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.